നിഷയുടെ ബാപ്പ ഒരുപക്ഷെ ഈ ഒരു അപര്യാപ്തതയുടെ ഇരയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? യഥാസമയം ചികിത്സ കിട്ടുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊച്ചിയിലേക്കെന്നല്ല, ഞാൻ പഠിക്കാൻ വരുന്നൊരു സമയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മലയാളം എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക, മലയാളം ടീച്ചറാവുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. ശരിക്കും ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരുന്നത് ഒരു ഒഴുക്കിൽപ്പെട്ട് വന്നതുപോലെയാണ്. അവിടെ നിന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് ചാനലിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പടിപടിയായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണ് BA മലയാളം പഠിച്ചത് അല്ലേ? അതെ. അപ്പം അതിൽ നിന്നൊക്കെയാണ് ഞാനിങ്ങനെ കയറി മേളിലേക്ക് വന്നത്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു അഡ്വർടൈസിങ് ഫേം പോലെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വാപ്പാക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ലക്ഷദ്വീപിൽ വെച്ചിട്ടാണ്. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂത്രത്തിൽ പഴുപ്പാണെന്ന്. ആലോചിച്ച് നോക്ക്, കാർഡിയാക് അറസ്റ്റ് വന്നൊരു പേഷ്യൻറ്റിന് മൂത്രത്തിൽ പഴുപ്പാന്ന് പറഞ്ഞിട്ട് ഇവാക്വേഷൻ പോലും ഇല്ലാതെ എൻ്റെ വാപ്പാനെ 12 ദിവസം അവിടെ കിടത്തി. അപ്പോൾ ഈ 12 ദിവസം ഞാനിവിടെ ഉരുകിക്കൊണ്ടിരിക്കുക. ഒരു കപ്പൽ സർവീസ് ഇല്ലായിരുന്നു അന്ന്. എൻ്റെ വാപ്പാക്ക് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ടേക്ക് അവർ ഇവാക്വേഷൻ നടത്തുന്നില്ല. ഞാൻ അന്ന് അനുഭവിച്ചൊരു വേദന ഉണ്ടല്ലോ, അത് അതിനെ ഒരാൾക്ക് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സർ. അന്ന് ഞാൻ അനുഭവിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് ഞാൻ മനസ്സിലാക്കിയത് ലക്ഷദ്വീപിൽ ഇതേപോലെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടെന്ന്. അതെനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ അറിയണത്. അതിനു മുമ്പ് വരെയും ഞാനൊരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. സാധാരണ രീതിയിൽ എപ്പോഴും എല്ലാവരെ പോലെയും ബിസിനസ് നോക്കുക, നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുക, ആ ഒരു ലൈഫായിരുന്നു. എൻ്റെ ജോലി, എൻ്റെ പഠിത്തം, എൻ്റെതെന്ന് മാത്രം ഞാൻ ചിന്തിച്ച് നടന്ന സമയമാണ്. പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ എൻ്റെതെന്ന് ചിന്തിക്കാനൊന്നുമില്ല. കാരണം ഞാൻ അനുഭവിച്ചൊരു വലിയ ബുദ്ധിമുട്ടാണ്. പൈസ ഉണ്ടായിട്ടും സ്വന്തം വാപ്പാനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു അനുഭവത്തിൽ നിന്നാണ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ഞാൻ മനസ്സിലാക്കിയത് അന്ന് തൊട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും അത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിലൊക്കെ പ്രതികരിക്കണമെന്നുള്ള ചിന്ത വന്നതും അപ്പോഴാണ്. അത് മാത്രമല്ല ഇത്തരം വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ടാകാം അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ അനുഭവത്തിൽ നിന്നാണ് നമ്മളൊരു സിനിമ സൃഷ്ടിക്കുന്നത്. ഞാൻ പേന എടുത്തിട്ട് ഫസ്റ്റ് എഴുതണമെങ്കിൽ അത് എൻ്റെ അനുഭവമായിരിക്കണം. അതിൽ വേദനയുണ്ട്. ആ പെന്നിൽ ഞാൻ എഴുതിയതിൽ എൻ്റെ വേദനയുണ്ട്. ഈ അനുഭവമൊക്കെ വരുന്നതിന് മുമ്പാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് അവിടെ എല്ലാ വേദികളിലും നൃത്തം ചെയ്യുകയും പാട്ട് പാടി വളരെ ആ രീതിയിലുള്ളൊരു വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരു ലൈഫായിരുന്നു. വളരെ സന്തോഷകരമായിട്ട് എല്ലാം എൻജോയ് ചെയ്തു. ഞാൻ എല്ലാ ചാനലിലും വർക്ക് ചെയ്തും മോഡലിംഗ് ചെയ്തും. ഈ മലയാളത്തോടുള്ള ഒരു താല്പര്യം തോന്നാൻ കാരണം പഠിപ്പിച്ച ആരെങ്കിലും? അതെൻ്റെ ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മിനിക്കോയ് ഐലൻഡിലാണ്, ലക്ഷദ്വീപിൽ. ഞാൻ ജനിച്ചത് ചെത്ല ദ്വീപിലാണെങ്കിലും വളർന്നത് മിനിക്കോയ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ്. പ്രശസ്തമായിട്ടുള്ള ഒരു ഐലൻഡ്. ആ ദ്വീപ് എന്ന് പറഞ്ഞ സിനിമയില്ലേ സാർ, ഇപ്പോൾ കുറച്ച് മുമ്പ് അത് അവിടെ ഷൂട്ട് ചെയ്ത സിനിമ. അവരുടെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടില്ലേ, അതൊക്കെ അവിടത്തെയാണ്.